വനത്തിൽ കുടുങ്ങിയ 18-അംഗ സംഘത്തിലുള്ള ശ്രീ മജീദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മജീദ്, നമസ്തേ. നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഇന്നലെയും അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങള് വനത്തിൽ കുടുങ്ങിയെന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ വനത്തിൽ കുടുങ്ങിയിട്ടില്ല. ഞങ്ങള് തെരഞ്ഞു പോകുന്നതാണ്. ഞങ്ങൾക്ക് 3 പാർട്ടികൾ കിട്ടി. അതിനുശേഷം ഒരു ഫുൾ ബോഡി കിട്ടി. ആ ബോഡി മണ്ണിന് ആയിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 മണിക്കൂർ ഞങ്ങൾക്ക് സമയം വാഴായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ വനത്തിൽ തന്നെ നിന്നത്. അപ്പോൾ ബോഡി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റാത്തതുകൊണ്ട് ആ ബോഡിക്ക് ഞങ്ങൾ പോരായിട്ട് നിന്നതാണ്. മനസ്സിലായി. ഒരു മൃതദേഹം ഉണ്ട് എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പൊ താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 3 മൃതദേഹം ലഭിച്ചിട്ടുണ്ടോ ഭാഗത്ത് നിന്ന്? അങ്ങനെയാണോ? അല്ല. ആ പാർട്ടികളെല്ലാം ഞങ്ങൾ തിരിച്ചയച്ചു. അത് ചെറിയ പാർട്ടികളായിരുന്നു. ഫുള്ളായിട്ട് ഒരു ആണിന്റെ മൃതദേഹം ഫുള്ളായിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് മല കയറാൻ കഴിയില്ല. ശരി, ഈ മൃതദേഹം ഉള്ളത് കൊണ്ട് തിരികെ മല കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് അവിടെ തുടരുന്നത്. ഞങ്ങളുടെ കയ്യിലുണ്ട്. കാട്ടിൽ തങ്ങേണ്ടി വന്നാൽ അതിനോട് കൂടിയിട്ടാണ് കാറ് കയറിയിട്ടുള്ളത്. ശരി, ഈ സ്ഥലം ഇത് ഇനിയും ഇവിടെ മൃതദേഹം ഉണ്ടാകും എന്നുള്ളൊരു നിഗമനം, അതായത് നിങ്ങൾ നിൽക്കുന്നതിന് അല്പം മാറിയെങ്കിലും ഇതുണ്ടാകുമെന്നുള്ള നിഗമനമുണ്ടോ? ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ പ്രകാരം ഇനിയും കണ്ടെത്താനുണ്ട് നിരവധി പേരെ. ഈ ഭാഗങ്ങളിലേക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഭാഗമാണ്. കാരണം അത്യാവശ്യം ഒഴുക്കുകളും പാറകളും പാറക്കെട്ടുകളും ചെങ്കുത്തായ പാറകളൊക്കെ കൂടിയുള്ള ഏരിയയാണ്. ഇവിടെ തെരഞ്ഞാൽ ഇനിയും കിട്ടാൻ സാധ്യതകളുണ്ട്. പിന്നെ ഒന്നാമത് മൊബൈൽ റേഞ്ച് കുറവാണ്. ഇതൊക്കെകൾക്കും മറ്റുള്ളതിന്റെ റേഞ്ച് കുറവാണ്. പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങൾ കുറവായിരിക്കും. ശരി, ഈ മഴയുണ്ടായിരുന്നോ ഇന്നലെ രാത്രി? അവിടെ എങ്ങനെ കഴിച്ചു കൂട്ടി നിങ്ങൾ? ഞങ്ങൾ ഇവിടെ അടുത്ത് വലിയ പാറയുടെ മുകളിൽ എല്ലാവരും കയറി കിടന്നൊക്കെയാണ്. ബോഡിക്ക് കാവലായിട്ട് നിന്നിട്ട് പിന്നെ ഓരോ 2 മണിക്കൂറിലും ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും കാവലായിട്ട് നിന്നേക്കാണ്. ശരി, എന്തായാലും റെസ്ക്യൂ ടീം ഉൾപ്പെടെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തണ്ടർ ബോൾട്ട് ടീം ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവരിപ്പോ അവിടുന്ന് അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഞങ്ങൾ ജോയിന്റ് ആയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. ചിലപ്പോൾ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ അവരോടൊപ്പം തിരിച്ചു പോകും അങ്ങോട്ട് മുകളിലേക്ക് പോകും. ശരി, ഇന്നലെ രാത്രി നിങ്ങൾ ഭക്ഷണം വല്ലതും കരുതിയിരുന്നു മജീദ്? ഞങ്ങൾ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടാണ് പോകുന്നത്. ഞങ്ങള് ഇതേപോലുള്ള സെർച്ചിങ്ങിലല്ലെങ്കിലും ഞങ്ങൾ കാടുകളിലൊക്കെ ഞങ്ങൾ ഈ ആനകളുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. ബിസ്ക്കറ്റും അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ശരി, സ്വന്തം ജീവൻ പോലും പണയം വെച്ചുള്ള ദൗത്യമാണ് അത്. കേരളത്തിലെ ഞങ്ങൾ പോലുള്ള മറ്റു ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സംഘത്തിലെ ഓരോരുത്തരോടും അറിയിക്കുക. നന്ദി മജീദ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അർജുൻ, ശ്രീ മജീദാണ് ഇപ്പം നമ്മളോട് പ്രതികരിച്ചത്. അവർ സുരക്ഷിതരാണ്. അവർക്ക് ഈ അർജുൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുങ്ങിയതല്ല, മൃതദേഹം ഉള്ളതുകൊണ്ട് അതുമായി ഈ മല കയറി ഇറങ്ങാനുള്ള ഒരു പ്രയാസം, അതുകൊണ്ടാണ് അവർ അവിടെ തങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തത്. അവർ സ്വമേധയാ എടുത്ത തീരുമാനം. ഇനി അല്പസമയത്തിനകം തന്നെ അവർ തിരികെ ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരും മൃതദേഹവുമായി എന്നാണ് മനസ്സിലാക്കുന്നത്, എന്നാണ് പറഞ്ഞത് മജീദ്. തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരവും. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ ആ മൃതദേഹവുമായി അവിടെ ഹാൾട്ട് ചെയ്യുകയായിരുന്നു. അല്പസമയത്തിനകം തിരിച്ചു വരാമെന്നുള്ള കരുതിയായിരുന്നു ഇത്തരത്തിൽ പോയിരുന്നത്, മൃതദേഹവുമായി പുറത്തു കൊണ്ടുപോകാനായി എത്തിയിരുന്നത്. പക്ഷേ അതിന് സാധിച്ചില്ല. തുടർന്നാണ് ഇന്നലെ ആ ഒരു പ്രദേശത്ത് ഹാൾട്ട് ചെയ്യുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്ത അനുഭവ സമ്പത്തുള്ള ആളുകളാണ്, ഈ ഒരു പ്രദേശത്ത് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പ്രദേശത്തെക്കുറിച്ച്, അതായത് ഈ ഒരു മലപ്പുറം പ്രദേശത്ത് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കാടുകളിൽ ആ മേഖലകളിൽ അടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളടക്കം പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവർ ഈ ഒരു പ്രദേശത്തേക്ക് പോയത്. മാത്രമല്ല ഇതിൻ്റെ
ഹെഡ് അവരെയും കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് വേണമെങ്കിൽ അവരെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോടുകൂടി ചോദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഒരു സാഹചര്യം എന്തായിരുന്നു സാഹചര്യം എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇവർ അവിടെ നിൽക്കുന്നു. ഈ ഒരു മൃതദേഹവുമായി നിൽക്കുന്ന കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ ആ ഒരു മൃതദേഹവുമായി പുറത്തെത്തുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ തണ്ടർബോൾട്ട് അടക്കമുള്ള NDRF അടക്കമുള്ള സംഘങ്ങൾ അവിടേക്ക് എത്തുന്നത്. ഇന്നലെ രാത്രി കൂടുതൽ ദുഷ്കരമായിരുന്നു. ഈ പ്രദേശത്ത് മഴ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നീട് ഈ ഒരു പ്രദേശത്ത് നിന്നും പുറത്തിറങ്ങേണ്ട, അതായത് ഈ കാടുള്ള പ്രദേശമാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെങ്കുത്തായ മലനിരകളാണ്, അല്ലെങ്കിൽ കുത്തനെയുള്ള മലനിരകളാണ്, പാറക്കെട്ടുകളാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും ഇങ്ങനെ ഒരു മൃതദേഹവുമായി പുറത്തിറങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു ഇവർ എടുത്തിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് NDRFന്റെയും അതുപോലെ തന്നെ തണ്ടർബോൾട്ടിന്റെയും സഹായം ഇവർ ആവശ്യപ്പെടുന്നതും. ഇത്തരത്തിൽ ഈ ഒരു സംഘങ്ങൾ, അത് തണ്ടർബോൾട്ടിന്റെയും NDRFന്റെ സംഘങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകർക്ക് നൽകുവാനാകും. നമ്മൾ പലരുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങളും ഇവരുടെ കൂടുതൽ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയുവാനുള്ളത്. എന്തിനാൽ തന്നെയും ഇവർ സേഫായി ഇരിക്കട്ടെ. ഇത്രയും നേരം എന്തിനാൽ അവിടെ നിന്ന ആളുകളാണ്. ഇത്തരത്തിൽ ഒരു മൃതദേഹമെങ്കിലും ലഭിക്കുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒഴുകിപ്പോയിട്ടുള്ള ആളുകളെ ലഭിക്കുമോ, ആരെങ്കിലും ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നടക്കം പരിശോധിക്കാൻ ചെന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. എന്ന് നമ്മൾ ഒരു കാര്യം കൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, ഇങ്ങനെയുള്ള റെസ്ക്യൂ ടീമുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ സാധാരണ സിവിലിയൻസ് അടങ്ങുന്ന ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ ദുർഘടമായ പ്രദേശങ്ങളിലേക്ക് അല്ലാതെ കുറച്ച് സേഫായ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ സൈന്യത്തിന്റെ കൂടെ പോകുന്നവരുണ്ട്. അവരെയല്ല മറ്റുള്ള ആളുകളോടാണ് നമ്മൾ എടുത്തു ചാടി ഇത്തരത്തിൽ സാധാരണ സിവിലിയൻസ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ദുർഘടമായ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അവരുടേത് കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ നിർദ്ദേശങ്ങളാണ് നൽകുവാനുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാടുകൾ നിരവധിയുണ്ട്. അതായത് ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ആ ഒരു സ്ഥലങ്ങൾ നിരവധി പ്രദേശങ്ങളാണുള്ളത്. ഇവിടെ കൂടുതലും വനവാസി ഊരുകളുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ഈ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. ആ ഒരു പ്രദേശത്തുള്ളവർക്കാണ് ആ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. എപ്പോഴാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തു നിന്നാണ് വെള്ളം ഒലിച്ചു വരിക, ഈ കാടുകളുടെ പ്രത്യേകത അതെയാണ്. വയനാട്ടിലെ കാടുകളുടെ പ്രത്യേകത അതെയാണ്. ഏത് സമയത്താണ് എങ്ങനെയാണ് വെള്ളം വരിക, അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടി കഴിയില്ല. നമ്മൾ ചിലപ്പോൾ നടക്കുന്ന പാതകളായിരിക്കാം, അതായത് ഈ ഒരു നടക്കുന്ന പാതകൾ മുറിച്ചുകൊണ്ട് വെള്ളം നേരെ പെട്ടെന്ന് തന്നെ ഒഴുകി വരുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് നടക്കുന്ന ഒരു പാതയായിരിക്കാം, വനപാതയായിരിക്കാം. ആ വനപാതയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അറിയുകയുള്ളൂ ഈ ഏതിലൂടെയാണ് പിന്നീട് മഴ പെയ്താലുള്ള വെള്ളം ഒഴുകി വരിക എന്നുള്ളത്. അത്തരത്തിൽ മലവെള്ളം പെട്ടെന്ന് ഒലിച്ചെത്തുകയാണെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ടൂറിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വയനാട്ടിലടക്കം വരുമ്പോൾ ഈ ഒരു മേഖലകളിലേക്ക് പോകുമ്പോൾ കൃത്യമായും ഗൈഡിനെ കൂടെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. വയനാടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മഴ പെയ്യുകയാണെങ്കിൽ നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. മാത്രമല്ല ചെങ്കുത്തായ കയറ്റമുള്ള സ്ഥലങ്ങളാണ്, അത്തരത്തിൽ കുത്തനെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്, മലപ്രദേശമാണ്. മലകൾ കൂടുതലുള്ള അത്തരത്തിൽ മലകൾ നാല് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ മരം മുറിച്ചു മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വിളിച്ചു വരുത്തിയ ദുരന്തങ്ങൾ നിരവധി സംഭവിക്കാനുള്ള സാധ്യത വയനാട്ടിലുണ്ട്. സ്വാഭാവികമായും മരത്തിന്റെ വേരുകൾ ഈ മണ്ണിലൂന്നി ശക്തി നൽകുന്നു, അതായത് മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവയൊക്കെ വെട്ടിനിരത്തി ഇവിടെ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ആ മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു. ആ ഒരു പ്രദേശത്തിന്റെ തന്നെ ആ സ്വാഭാവികത നഷ്ടപ്പെടുകയും പിന്നീട് മണ്ണ് അവിടെ നിന്നും അടർന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് മണ്ണ് ഒരു ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ആ ഉരുൾപൊട്ടി താഴേക്ക് പതിക്കുന്നതിലൂടെ ഈ കല്ലും ഈ ചെളിയും അടക്കമുള്ളത്, അതായത് വെള്ളം മാത്രമല്ല ഇവിടെ നിന്നും വരുന്നത്, ഈ ചെളിയും
കല്ലും അടക്കമുള്ള ഒരു വസ്തുക്കളാണ് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മുകളിൽ നിന്നും താഴേക്ക് വരുന്നത്. അതും ചെറിയ രീതിയിലല്ല, ശക്തമായ രീതിയിലാണ് വെള്ളത്തിൻ്റെ തള്ളലുണ്ടാകും. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് ഈ മുകളിലായി കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നും ഒരു വിരലാണ്, അതായത് തീർച്ചയായും ഒരു പതനമാണ് താഴേക്ക് സംഭവിക്കുക. ആ സാഹചര്യത്തിൽ മുമ്പിലുള്ള എന്തിനേയും തട്ടിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കൂടുതൽ മരങ്ങളുള്ള പ്രദേശങ്ങളാണെങ്കിൽ, അത്തരത്തിലുള്ള പ്രദേശങ്ങളാണെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു സാധ്യതയുണ്ടാകും. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചൂരൽമല മേഖലയിലേക്ക് മുകൾ ഭാഗത്തൊക്കെ പുഞ്ചിരിമട്ടത്തൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ടൗൺ ഏരിയകളുണ്ട്. ഇവിടെയൊന്നും കൂടുതൽ മരങ്ങൾ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. എന്തിനും പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമായിരുന്നു. അതിന് മുകളിലാണ് വനപ്രദേശമുള്ളത്. ഈ സാഹചര്യത്തിലാണ് അവിടെ നിന്നും ഉരുളുപൊട്ടി താഴേക്കൊലിക്കുന്നത്. ഈ താഴേക്കൊലിക്കുമ്പോൾ ഇതിനെ തടഞ്ഞു നിർത്താനോ പ്രിവെന്റ് ചെയ്യാനോ ഒരു കൃത്യമായ സാഹചര്യം ഇല്ലാത്തതാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് ഇത് വഴിമാറിയതെന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധികാരികമായി നമുക്ക് പറയുവാൻ സാധിക്കില്ല. നമ്മുടെ ഈ കണ്ണുകൾ കണ്ടു കാണുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല വയനാടിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എന്നുള്ളത് ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. അത്തരത്തിൽ ഒരു ആധികാരികമായിട്ടുള്ള ഒരു കാര്യമൊന്നും നമ്മൾ ഇതേക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ആ കാര്യമാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ എത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ടൂറിസ്റ്റുകൾ അടക്കം വരുമ്പോൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ മഴ സീസണുകളിൽ കൃത്യമായ ജാഗ്രത നിർദ്ദേശം ഈ ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയുവാനുള്ളത്. എന്നിരുന്നാൽ തന്നെയും അല്പസമയത്തിനകം തന്നെ NDRF തണ്ടർബോൾട്ട് സംഘങ്ങൾ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയർലിഫ്റ്റിംഗ്, അതായത് ഇത്തരത്തിൽ എയർലിഫ്റ്റിംഗ് ഇവിടെ സാധ്യമല്ല എന്നുള്ളതടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കും. അനു.